ഹായ് ഓൾ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ടൂളിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമ്മളൊരു ഡിസൈൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഏതൊരു ഡിസൈനകത്തും ഒരു ടെക്സ്റ്റ് വെച്ചിട്ടുള്ള ഒരു വേർഡോ ഒരു ലൈനോ അങ്ങനെ എന്തെങ്കിലും കാണും. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ടൂളാണ് ടെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. ഒരു ഇമേജ് എഡിറ്റിംഗ് അല്ലാതെ വരുന്ന എന്തൊരു ഡിസൈൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിനകത്തൊരു ടെക്സ്റ്റ് പോലുള്ള കണ്ടന്റ് കാണാൻ സാധിക്കും. സോ നമുക്കിന്ന് ടെക്സ്റ്റ് ടൂളിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ടൂൾ കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ടൂൾ ബോക്സിലെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ കണ്ടോ ഒരു ടി ഐക്കൺ ഉണ്ട്. ആ ടി ഐക്കൺ ആണ് ടെക്സ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? ടി ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യമേ പഠിപ്പിക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ ഉണ്ട്, ദെൻ മാസ്ക് ടൂൾ ഉണ്ട്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ ആണ്. ഓക്കെ, സോ സിമ്പിൾ ആണ്. നോക്കുക, ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ എടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെന്റ് വിൻഡോയിൽ എവിടെയെങ്കിലും ഒരിടത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വേർഡിങ് വരുന്നുണ്ട്, ഒരു എക്സാമ്പിൾ ആണത്. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വേണ്ട വേർഡ് എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ആ വേർഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആ വേർഡ് ടൈപ്പ് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കീബോർഡ് വെച്ച് തന്നെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സ്പേസ് ബാർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇടയ്ക്ക് സ്പേസ് ഇടാൻ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം, കീബോർഡിലെ എൻ്റർ കീ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിലാണെങ്കിലും ടെക്സ്റ്റ് ടൂൾ വെച്ചൊരു വേർഡ് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ അതേ ഒരു രീതി തന്നെ ഇത് എടുത്താൽ മതി. ഞാനിവിടെ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സ് ആണ് അറിയേണ്ടത്. ഓക്കെ, നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സ് മീൻസ് ഇപ്പം നമുക്കൊരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനകത്ത് വേണ്ട ഒരു വേർഡ് അതിനൊരു പർട്ടിക്കുലർ ഫോണ്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോണ്ട് കളറ് അല്ലെങ്കിൽ ആ പറയുന്ന ടെക്സ്റ്റിന്റെ വലുപ്പം, അതൊക്കെ എല്ലാത്തിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ്. ഒരു ഡിസൈനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വരുന്ന ലെറ്ററുകൾ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വേർഡിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ ഫോണ്ട് ഏതാണ്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന്റെ കളർ ഏതാണ്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന്റെ വലിപ്പം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ വേർഡ് ടൈപ്പ് ചെയ്ത ശേഷം സോ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, മൗസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ ഒരു പോയിന്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, ആ പോയിന്റർ ബ്ലിങ്ക് ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്റർ മൊത്തം നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ മുകളിൽ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് മൗസ് വെച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് വെച്ച് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈപ്പ് ചെയ്ത ആ എൻറ്റയർ ടെക്സ്റ്റ് മൊത്തം സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് കീബോർഡിലെ Ctrl+A അതായത് സെലക്ട് ഓൾ എന്ന കമാൻഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കീബോർഡിലെ Ctrl+A അതല്ല എന്നുണ്ടെങ്കിൽ സെലക്ട് മെനുവിലെ ഓൾ കമാൻഡ് നിങ്ങൾ യൂസ് ചെയ്താലും അവിടെ ആക്റ്റീവ് ആയി കിടക്കുന്ന ടെക്സ്റ്റ് ലെയർ ഏതാണോ ആ ടെക്സ്റ്റ് മൊത്തം സെലക്ട് ആയി നമുക്ക് കിട്ടും. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞായിരുന്നു അല്ലെ, നമുക്കൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ലെയർ വേണം എന്ന് പറഞ്ഞായിരുന്നു. ഞാനൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തപ്പോഴൊക്കെയും അവിടെ ഞാൻ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് അല്ലെ. അങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് ആ ഡിസൈനെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന് ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. ഇവിടെയും നമുക്ക് എന്ത് വേണം, ലെയർ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ ലെയർ ക്രിയേറ്റ് ചെയ്തായിരുന്നോ? ഞാൻ ഇവിടെ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നോക്കിയേ, ലെയർ വിൻഡോയിലേക്ക് നിങ്ങൾ നോക്കിയേ, ഇവിടെ കണ്ടോ ലെയർ 1 ടി ഐക്കൺ വെച്ചിട്ട് നമുക്കൊരു ലെയർ കാണിച്ചേക്കുന്നത് കണ്ടോ. ഈ ഒരു ലെയർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു ലെയർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി വരും. അതിനെ നമ്മൾ ടെക്സ്റ്റ് ലെയർ എന്നാണ് പറയുന്നത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാനുവൽ ആയിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ആ ഒരു ലെയറിന്റെ കാര്യം അത്രയുമാണ്. ഞാനത് പറയാൻ വിട്ടുപോയതാണോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. ഇനി നമുക്ക് ടെക്സ്റ്റിനകത്തേക്ക് വരാം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് വരെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അല്ലേ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സെലക്ട് മെനുവിൽ ഓൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. സോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ ബാറിലേക്ക് വരിക. ഈ ഓപ്ഷൻ ബാറിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സെറ്റിംഗ്സ് മൊത്തം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം ആ ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാനുള്ള
സെറ്റിംഗ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് എന്താണ്, ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഫോണ്ട് മീൻസ് നമ്മളൊരു ഡിസൈൻ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ പല ഡിസൈൻസ് എടുത്ത് നോക്കുക, ആ പല ഡിസൈനിലും ടൈപ്പ് ചെയ്തേക്കുന്ന ലെറ്ററിന്റെ ഷേപ്പുകളിൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. ആ ലെറ്ററിന്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പർട്ടിക്കുലർ ഫോണ്ടിന്റെയാണ്. സോ നമ്മൾ എപ്പോഴാണെങ്കിലും ടൈപ്പ് ചെയ്ത ശേഷം ഫോണ്ട് മസ്റ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും. നമ്മൾ ആ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ ബാറിലെ ഏറ്റവും ആദ്യത്തെ സെറ്റിംഗ്സിൽ പഠിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ആദ്യം എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ ബാറിൽ വരിക. ഇവിടെ കണ്ടോ ഫോണ്ട് കാണിച്ചേക്കുന്നുണ്ടോ, ഈ ഒരു ആരോയെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഈ ആരോയെ ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന എല്ലാ ഫോണ്ടുകളും ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കും. എത്ര ഫോണ്ടുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ആ ഫോണ്ടുകളൊക്കെയും നമ്മുടെ ഈ ഫോണ്ട് എന്നുള്ള ഏരിയയിൽ കാണിച്ചിരിക്കും. സോ ഇതിനകത്ത് നമുക്ക് വേണ്ട ഫോണ്ട് ഏതാണോ, അതായത് നമുക്ക് വേണ്ട ഫോണ്ട് ഏതാണോ എന്നുള്ളതല്ല, നമ്മൾ ഏത് ഫോണ്ടും ഏത് ഡിസൈനും നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോണ്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഓക്കെ, അതൊക്കെ ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ ആണ്. അതല്ല, ഇതിനകത്ത് ഏരിയയിലാണ് ഫോണ്ട് കിടക്കുന്നത്, ആ ഏരിയയിൽ ഞാൻ മാറ്റുന്നു. ഏരിയയിൽ മാറ്റിയിട്ട് ഞാൻ ഇവിടെ നോക്കുക, ടൈംസ് ന്യൂ റോമൻ ആക്കാൻ പോവാണ്. ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഒരു ഫോണ്ട് ടൈപ്പ് ആണ്. അതിങ്ങനെ മുകളിൽ ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഫോണ്ടിന്റെ പേര് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടോ ഈ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ടോ. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ വന്നേക്ക് നോക്കിയേ, ടൈംസ് ന്യൂ റോമൻ റെഗുലർ ഉണ്ട്, ഇറ്റാലിക് ഉണ്ട്, ബോൾഡ് ഉണ്ട്, ബോൾഡ് ഇറ്റാലിക് ഉണ്ട്. അത് ടെക്സ്റ്റ് സ്റ്റൈലാണ്. അത് ഞാൻ അടുത്ത പോർഷനിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഇപ്പൊ ഞാൻ പറയുന്നത് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ വെച്ചൊരു ഫോണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ പല ഫോണ്ടുകൾ കുറെ ഉണ്ട് കേട്ടോ. കാലിബ്രി ഫോണ്ട് ഉണ്ട്, ഇതുണ്ടോ. കാലിബ്രി ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ഫോണ്ടിന്റെ ഷേപ്പിലായിരിക്കും, അതിനകത്തുള്ള ഷേപ്പിലായിരിക്കും നമുക്ക് ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. കണ്ടോ, ഓരോന്നിനും ഫോണ്ടിൽ വേരിയേഷൻ ഉണ്ട്. വേരിയേഷൻ എന്ന് പറയാൻ കാരണം ഓരോ ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്യുന്നതനുസരിച്ചും ആ ഫോണ്ടിന്റെ ഷേപ്പിൽ വ്യത്യാസം വരും. ഇപ്പൊ ഇതിനകത്ത് നോക്കുക, ഇപ്പൊ ഈ കാലിബ്രി എന്നുള്ള ഫോണ്ടിനകത്ത് ഈ ഡി അതുപോലെ തന്നെ ഈ എയുടെ ഒക്കെ ഒരു ഷേപ്പ് നോക്കുക, ആ സെയിം ഷേപ്പ് ആയിരിക്കില്ല ഞാൻ ഏരിയയിൽ സെലക്ട് ചെയ്യുമ്പോൾ വരുന്നത്. അതിന് വ്യത്യാസമില്ലേ, കണ്ടോ. ഏരിയയിൽ സെലക്ട് ചെയ്തപ്പോൾ വന്ന എക്കും ഡിക്കും എല്ലാം അതിന്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണ്, പല ഷേപ്പിലുള്ള ടെക്സ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പല ഷേപ്പുകൾ മീൻസ് നമ്മൾ ചെയ്യുന്ന ഡിസൈന് ആപ്റ്റായിട്ട് വരുന്ന ഫോണ്ട് വേണം നമ്മൾ അതിനകത്ത് എടുക്കാൻ. അതായത് നമ്മൾ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഫോണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോണ്ട് ആയിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഫോണ്ട് മീൻസ് വേറെ പ്രത്യേകിച്ച് ഷേപ്പിലുള്ള ഫോണ്ടുകളൊന്നുമല്ല, ഇതുപോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോണ്ട്, അതായത് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഫോണ്ടുകൾ വേണം നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോണ്ട് നമ്മൾ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുക, മുകളിൽ ഓപ്ഷൻ ബാറിൽ ഫോണ്ട് ഫാമിലി ഉണ്ട്, അവിടെ ഒന്നിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോണ്ടിന്റെ പേര് അറിയാമെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആരോയെ ക്ലിക്ക് ചെയ്യുക. ആരോയെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സോ ഇത്രയാണ് എന്ത് ഫോണ്ട് ഫാമിലി ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ്. സോ നമുക്കിനി ഫോണ്ട് സ്റ്റൈലുകൾ ഏതൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ഫോണ്ട് സ്റ്റൈൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യം പഠിച്ചു അല്ലേ, ഇനി നമുക്ക് ഫോണ്ട് സ്റ്റൈൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫോണ്ട് സ്റ്റൈൽസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊക്കെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതും ആ ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റുകൾ ടൈപ്പ് ചെയ്തേക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ടൈറ്റിൽ കുറച്ചും കൂടെ തിക്നെസ് കൂടിയ ലെറ്ററിലും കുറച്ചും കൂടി വലുപ്പത്തിലും ആയിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കണ്ടന്റുകൾ എഴുതിയിരിക്കുന്നത് എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് തിക്നെസ് ഒന്നും ഇല്ലാത്ത സാധാരണ നമുക്ക് വളരെ എളുപ്പത്തിൽ റീഡ് ചെയ്യാൻ പറ്റാവുന്ന ഫോണ്ടുകളായിരിക്കും നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെയാണ് നമുക്ക് സ്റ്റൈലുകളുടെയൊക്കെ ആവശ്യം വരുന്നത്. ഇപ്പൊ നമ്മളൊരു ഡിസൈൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു ലോഗോ, ആ ലോഗോയുടെ ബ്രാൻഡ് നെയിം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന രീതിയിൽ തിക്നെസ് കൂട്ടി എഴുതും. പക്ഷെ അതിന്റെ താഴെയുള്ള എന്തെങ്കിലും വേർഡിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് വളരെ ചെറുതായിട്ട് മീൻസ് വളരെ തിന്നായിട്ടുള്ള ലെറ്ററിൽ എഴുതും. ഈവൻ ഫോണ്ടുകൾ തമ്മിൽ വരെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് സ്റ്റൈലുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഏരിയൽ എന്നുള്ള ഒരു ഫോണ്ട് വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുവാണ്. ഇപ്പൊ ജസ്റ്റ് അഡോബ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അഡോബ് എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ ഇവിടെ ഏരിയലാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് വരുന്ന സ്റ്റൈലുകൾ, ഇത്തരം സ്റ്റൈലുകളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഇത്തരം സ്റ്റൈലുകളായിരിക്കും നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഏത് ഫോണ്ട് എടുത്താലും വരുന്ന. ചില ഫോണ്ടുകൾക്ക് സ്റ്റൈലുകൾ കാണില്ല, ചില ഫോണ്ടുകൾക്ക് ഇതിനകത്തുള്ള ഒന്നോ രണ്ടോ സ്റ്റൈലുകളെ കാണുള്ളൂ. ഇതുപോലെ എല്ലാ സ്റ്റൈലുകളും എല്ലാ ഫോണ്ടുകൾക്കും കണ്ടു എന്ന് വരില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഇത്രയും സ്റ്റൈലുകളാണ് നമുക്ക് വരുന്നത് അല്ലെ. ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന സ്റ്റൈൽ ഏതാണ്, നാരോ സ്റ്റൈൽ. നാരോ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫോണ്ടിന്റെ നാരോ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ ഫോണ്ട്
തിക്നെസ് കുറവും കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലുള്ള ലെറ്റർ ആയിരിക്കും. മീൻസ് ഒരു നാരോ ലെറ്ററിംഗ് പോലെ കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതൽ നമുക്ക് ഇതിന് ഫീൽ ചെയ്യിക്കും. സോ അതാണ് എന്ത് നാരോ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുക്കുവാണ്. ഈ കോപ്പി എടുക്കുന്നത് ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ കോപ്പി എടുക്കുന്നത്. സോ എനിക്ക് ആ സ്റ്റൈലുകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോപ്പി എടുത്ത് സെപ്പറേറ്റ് എടുത്ത് വെക്കുന്നത് കേട്ടോ. എന്നാലേ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നോക്കാം അടുത്ത സ്റ്റൈൽ. ഞാൻ ഈ ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ടെക്സ്റ്റ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ അതിനുശേഷം സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുക, അടുത്ത സ്റ്റൈൽ ഏതാണ്? റെഗുലർ സ്റ്റൈൽ. റെഗുലർ സ്റ്റൈൽ മീൻസ് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റൈൽ. കണ്ടോ? ഓക്കെ, ഇതാണ് റെഗുലർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഷേപ്പ് ഒക്കെ എല്ലാം പെർഫെക്റ്റ് ഷേപ്പ് ആയിരിക്കും, പക്ഷേ ഇതിന് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലുള്ള പോലെ തോന്നും. സോ ഇതാണ് നമ്മുടെ റെഗുലർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് റെഗുലർ ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ തേർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇറ്റാലിക് ആണ്. ഇറ്റാലിക് സ്റ്റൈലിൽ നമ്മൾ ടെക്സ്റ്റുകൾ എഴുതുന്നത് വളരെ ചെരിച്ചായിരിക്കും എഴുതുന്നത്. സോ അതാണ് എന്ത് ഇറ്റാലിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റൈൽ നമുക്ക് നോക്കാം. ഫോർത്ത് സ്റ്റൈലാണ് എന്ത് ബോൾഡ്. ബോൾഡ് മീൻസ് കണ്ടോ, ബോൾഡ് ചെയ്യുമ്പോൾ ആ ലെറ്ററിന് എന്ത് കൂടി? തിക്നെസ് കൂടി. തിക്നെസ് അതായത് നമ്മളൊരു ലോഗോയുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ടൈറ്റിൽ, മെയിൻ ടൈറ്റിൽ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ബോൾഡ് ആയിട്ട് എഴുതുക. ഓക്കെ, അവിടെ നോക്കുക, ആ ബോൾഡ് ആയിട്ട് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ടെക്സ്റ്റിന്റെ എന്താണ് തിക്നെസ് വളരെ കൂടുതലാണ്. സോ അതാണ് എന്ത് ബോൾഡ് എന്ന് പറഞ്ഞ സ്റ്റൈൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റൈൽ നോക്കാം, ബോൾഡ് ഇറ്റാലിക്. ബോൾഡ് ഇറ്റാലിക് മീൻസ് ഈ രണ്ട് സ്റ്റൈലുകൾ, അതായത് ഇറ്റാലിക് സ്റ്റൈലും ബോൾഡ് സ്റ്റൈലും നമ്മൾ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബോൾഡ് ഇറ്റാലിക് യൂസ് ചെയ്യുന്നത്. ഇതാണ് അഞ്ചാമത്തെ സ്റ്റൈല്. ഇനി ആറാമത്തെ സ്റ്റൈൽ നോക്കാം. ആറാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക്. ബ്ലാക്ക് മീൻസ് തിക്നെസ് ബോൾഡിനേക്കാളും കൂടുതൽ തിക്നെസ്സിലായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് കിട്ടുന്നത്. അതാണത് ബ്ലാക്ക് എന്ന് പറഞ്ഞ സ്റ്റൈല്. ബോൾഡ് പോലെ തന്നെ, പക്ഷെ ബോൾഡിനേക്കാളും കുറച്ചും കൂടെ തിക്നെസ് കൂടിയായിരിക്കും എന്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ സ്റ്റൈല് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. സോ ഇത്രയും 6 എണ്ണമാണ് എന്ത് ടെക്സ്റ്റിന്റെ സ്റ്റൈലുകൾ എന്ന് പറയുന്നത്. ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കുക, അതായത് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ദെൻ ഏത് ഫോണ്ട് ആണോ ആ ഫോണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സ്റ്റൈൽ കിട്ടുള്ളൂ. വേറെ ഏത് ഫോണ്ട് സെലക്ട് ചെയ്താലും ചിലപ്പോൾ ഇത്ര സ്റ്റൈൽ കിട്ടിയെന്ന് വരില്ല. ചില ഫോണ്ടുകൾക്ക് കൂടുതൽ സ്റ്റൈലുകൾ, അതായത് കുറച്ചും കൂടെ കൂടുതൽ സ്ക്രിപ്റ്റുകളുള്ള ഫോണ്ടുകളുണ്ട്. പക്ഷെ ഇതാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മസ്റ്റ് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ചില ഫോണ്ടുകൾക്ക് ഈ സ്റ്റൈലുകളൊന്നും കണ്ടുവെന്ന് വരില്ല. ചിലപ്പോൾ ഇതിനകത്ത് 1 or 2 സ്റ്റൈലുകളായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഫോണ്ടിന് വരുന്നത്. ഓക്കെ,